നമ്മുടെ പഴയകാല താരം ഇന്ത്യൻ സൂപ്പർ താരം മനോജ് കുമാർ അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു. 87 വയസ്സായിരുന്നു. മുംബൈ കോകിലാബെൻ ധീരുഭായ് അംബാനി ആശുപത്രിയിലായിരുന്നു അന്ത്യം. പിത്താശയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ലക്ഷ്മി ബാലചന്ദ്രനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി നമുക്കിപ്പം ലക്ഷ്മി, ഈ ദേശഭക്തി സിനിമകളിലൂടെയൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഈ രാജ്യത്തുള്ള പ്രേക്ഷകർക്കൊക്കെ ഏറെ ഇദ്ദേഹത്തെ പരിചയമുള്ളത്. അപ്പോൾ എപ്പോഴായിരുന്നു അന്ത്യം? അദ്ദേഹം ചികിത്സയിലായിരുന്നോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? തീർച്ചയായും സേതുലക്ഷ്മി പറഞ്ഞ പോലെ ദേശഭക്തി വിളിച്ചോതുന്ന സിനിമകളിലൂടെയായിരുന്നു അദ്ദേഹം രാജ്യത്തിന് പ്രിയപ്പെട്ടതായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഭരത് കുമാർ എന്നുള്ളൊരു പേരിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് നമുക്ക് കേട്ടിട്ടുള്ളത്. മനോജ് കുമാർ എന്നുള്ളതിലുപരി ഭരത് കുമാർ എന്നാണ് നമ്മൾ എല്ലാവരും കൂടുതലായിട്ട് കേട്ടിരിക്കുന്നതും. രാജ്യം പത്മശ്രീയും ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ നൽകിയ ഒരു അതുല്യ പ്രതിഭയാണ് ഇന്ന് രാവിലെ ഇപ്പോൾ കോകില ബെൻ ധീരുഭായ് അംബാനി ആശുപത്രിയിൽ അന്തരിച്ചത്. നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ് തുടങ്ങിയ സിനിമയുടെ സർവ്വ മേഖലകളിലും സാന്നിധ്യമുറപ്പിച്ച ഒരു കലാകാരൻ കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഇതിഹാസ താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ചലച്ചിത്ര നിർമ്മാതാവ് അശോക് പണ്ഡിറ്റാണ് വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ച്, ഇങ്ങനൊരു ദുഃഖകരമായ മരണ വാർത്ത സ്ഥിരീകരിച്ചിപ്പോൾ വന്നിട്ടുള്ളത്. 40 വർഷത്തിലേറെ നീണ്ട കരിയറിലെ കൾട്ട് ക്ലാസിക് സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതായത് ഈ ദേശഭക്തി സിനിമകൾ ഉപകർ, റോട്ടി, കപ്പട ഓർ മക്കാൻ തുടങ്ങിയ നിരവധി കൾട്ട് ക്ലാസിക് ദേശഭക്തി സിനിമകൾ, നമ്മുടെ ഭഗത് സിംഗിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഷഹീദ് ഒക്കെ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. ദീർഘകാലമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. നിരവധി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ദീർഘകാലമായി ഇപ്പോൾ ചികിത്സയിലായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷ്മി, വ്യക്തമാണ്. ഇന്ത്യൻ സൂപ്പർ താരം മനോജ് കുമാർ അന്തരിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ലക്ഷ്മി ബാലചന്ദ്രൻ.